ഇരിക്കുന്നത് അതേപോലെ പ്രകടിപ്പിക്കുന്ന ഒരു ശക്തി. ആ ശക്തിയും നമ്മളാണ്, സായിബാബയും നമ്മളാണ്. ഈ അവസ്ഥ, സായിബാബയുടെ അവസ്ഥ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ കാണുന്ന പോലെ ജാതി, മതം, വ്യക്തിവൈരാഗ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ നമ്മൾ കാണുന്നത്. അതൊന്നുമല്ല നമ്മൾ മനുഷ്യൻ എന്നുള്ളതല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ മേലെ പോകണം. ആകെ ദയ, കാരുണ്യം, സ്നേഹം മുതലായ കാര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കണം. നിസ്വാർത്ഥത വേണം. എല്ലാവരും ഇവിടെ വന്നിട്ട് സമാധാനമായി ജീവിക്കാനല്ലേ. നമുക്കും സമാധാനമായി ജീവിക്കണം, മറ്റുള്ളവർക്കും സമാധാനമായി ജീവിക്കണം, എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ ബാബയുടെ ശക്തിയായിട്ട് ചേരാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാ കാര്യത്തിലും അത്ര തന്നെയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം മാത്രം അറിയണം. അതായത് ബാബ എന്നല്ല, കൃഷ്ണൻ എടുത്താലും ജീസസ് എടുത്താലും ബുദ്ധൻ എടുത്താലും എല്ലാവരും ഇതുപോലെ തന്നെ. അവരൊക്കെ ഈ ഭൂമിയിൽ വന്നത് കുറച്ച് ശാന്തിയും സമാധാനവും എല്ലാവർക്കും കൊടുക്കാനാണ്. പക്ഷെ എന്ത് ചെയ്യും ആൾക്കാർക്ക് സത്യം ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? കുരിശിൽ തറയ്ക്കും, അല്ലെ? ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ. കാരണം നമുക്ക് സത്യം ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. സത്യം എന്ത് പറഞ്ഞാലും ജീസസ് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, നുണയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹം പറ്റുന്ന മാതിരി എല്ലാവരും ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ക്രൂശിച്ചു? കാരണം സത്യം പറയുമ്പോൾ ചിലപ്പോൾ കൊള്ളും. അതുകൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാനും പിതാവും ഒന്നാണ്, എന്നിലൂടെ പിതാവിനെത്താം. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ ഉള്ളിലിരിക്കുന്നതും പ്രപഞ്ചത്തിനുള്ളിലിരിക്കുന്നതും ഒന്നാണ്. അതായത് പ്രപഞ്ച സത്യമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാനായിട്ട് പെരുമാറും, പ്രപഞ്ചത്തിലിരിക്കുമ്പോൾ പ്രപഞ്ചമായിട്ട് പെരുമാറും. ശക്തി ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്നത്തെ ജനതയ്ക്കും അന്നത്തെ ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഇതൊരു റെബലാണ്, യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അത് അങ്ങനെ സായിബാബയെ കോടതി കയറ്റിയിട്ടില്ലേ ആൾക്കാർ? സായിബാബ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു വളരെ ശക്തനായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു ബാബ. പക്ഷെ ആ ബാബയെ ആൾക്കാർ കോടതിയിൽ കൊണ്ടുപോയി. എപ്പോഴും അങ്ങനെയാണ് അത് ആലോചിക്കണം. നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ ബഹുമാനിക്കാൻ സാധിക്കണം. എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. കാരണം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് അത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു വ്യക്തി അറിയാൻ നിർബന്ധമില്ല, അറിയാൻ പറ്റില്ലല്ലോ. കാരണം ഓരോരുത്തരും അവരവരുടെ നല്ല വ്യക്തിത്വങ്ങളാണ്. പക്ഷെ നമുക്ക് റെസ്പെക്ട് ചെയ്തൂടെ? അങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നല്ല ഗുണം, നമ്മളുള്ള റെസ്പെക്ട് എന്നൊരു ഭാവം ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മളെ റെസ്പെക്ട് ചെയ്യും. സെൽഫ് റെസ്പെക്ട് വരുന്നു. നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുമ്പോൾ സെൽഫ് റെസ്പെക്ട്. ഒരിക്കലും മുൻവിധിയോടെ ഒരാളെ കാണരുത്. നമ്മളൊരാളെയും മോശം എന്ന് പറയരുത്, മോശമായി പ്രവർത്തിക്കരുത്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും നമ്മൾ ആരെയും ഉപദ്രവിക്കരുത്. അപ്പോൾ ആരും നമ്മളെ ഉപദ്രവിക്കില്ല. എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കുന്നു, എല്ലാവരും അവരവരുടെ യുദ്ധങ്ങൾ നയിക്കുന്നു. ഇതൊന്നും നമുക്ക് ആർക്കും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ പോകുന്ന പാതയിൽ നമുക്ക് പോകാൻ പറ്റില്ല, ചിലപ്പോൾ മനസ്സിലാക്കാനും പറ്റില്ല. അതും വേണ്ട. പക്ഷേ സ്നേഹിച്ചൂടെ, ബഹുമാനിച്ചൂടെ, അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിലൂടെ, അത്രയേ വേണ്ടൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് ശാന്തി എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്വർഗം എന്നുള്ളൊരവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പറ്റും. സ്വർഗം എന്നുള്ള അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ആദ്യം, എന്നിട്ടേ പുറത്തുണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു ആർക്കിടെക്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ ഐഡിയ ഉള്ളിലാണ് ആദ്യം ഉൾക്കൊള്ളുന്നത്, അവനവരുടെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ടേ പേപ്പറിൽ വരുള്ളൂ, അല്ലെ? ആദ്യം എന്തായിട്ടാണ് വരിക? ചിന്തയായിട്ട്. ചിന്തയാണ് പിന്നെ എക്സ്പ്രഷൻ ആവുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആക്ഷൻ ആവുന്നത്. അപ്പൊ ആദ്യം ചിന്തയായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ചിന്ത നമുക്ക് തീർച്ചയായിട്ടും നല്ല ചിന്തകളാക്കാനും, അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻസും നന്നാവും, ആക്ഷൻസ് നന്നാവും. അങ്ങനെ വരുമ്പോൾ ജീവിതം സഫലമാവും. ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ മാറിക്കിട്ടും. ഒരുപാട് ബ്ലോക്കേജസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. മറ്റുള്ളവർ സ്നേഹിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് പല ആൾക്കാർക്കും സ്നേഹം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയും ഇല്ല. എന്താ കാരണം? നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല, പരിശീലിച്ചിട്ടില്ല. നമ്മൾ ആൾക്കാരെ കൊണ്ട് സ്നേഹിച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ ആലോചിക്കാം? ഇയാൾക്ക് എൻ്റെ അടുത്ത് എന്തോ വേണം, അല്ലേ?
നമുക്ക് വെറുതെ പറയാനും അങ്ങനത്തെയാണ് സൊസൈറ്റി, പലപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പോലുള്ള കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ലേ? അതല്ലേ ഇത്രയും ലോകത്ത് മുഴുവൻ യുദ്ധങ്ങളും എത്ര പേരാ മരിക്കുന്നുണ്ട് ഡെയിലി. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അകാല മൃത്യു എത്രയോ സ്ഥലത്ത് നടക്കുന്നില്ലേ? എന്തുകൊണ്ട്? നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ? വിദ്യാഭ്യാസം നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള ആൾക്കാർക്ക് അറിവില്ലേ? ഒക്കെ വിദ്യാഭ്യാസം പോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മളൊരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുന്ന അറിയാനുള്ള കപ്പാസിറ്റി ഇല്ലേ? ഉണ്ടല്ലോ, അതില്ലേ? അറ്റ്ലീസ്റ്റ് അതായത് നമ്മളൊരാൾ ഉപദ്രവിച്ചാൽ നമുക്ക് വേദനിക്കുന്നില്ലേ? അതറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വേറെ ആൾക്കാരെ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് ബോംബിടുന്നത്? അല്ലേ? ഇതൊക്കെ മനുഷ്യന് ചേർന്നാണോ? ആൾക്കാരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും ബോംബിടുന്നതും കൊച്ചുകുട്ടികളെ കൊല്ലുന്നതും സ്ത്രീകളെ വിധവകളാക്കുന്നതും ഇതൊക്കെ മനുഷ്യത്തിന് ചേർന്നാണോ? അപ്പൊ നമുക്കത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ? നമ്മളൊന്നും തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കണം. ചിലർക്ക് സംസാരിക്കാൻ അറിയില്ല, പറയാനും പറ്റില്ല. അപ്പൊ നമ്മൾ സംസാരിക്കണം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ പറയണം. അതെന്ന് പറഞ്ഞാൽ വഴക്കുകൂടി കല്ലെടുത്തെറിയല്ല, ബസ്സിന്റെ ചില്ല് പൊട്ടിക്കുക, അതൊന്നുമല്ല ഞാൻ പറയണം. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം സ്നേഹത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും. സ്നേഹം മാത്രം മതി ഓക്സിജൻ പോലെ ശരീരത്തില് ഉള്ളില്. മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹിക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഒന്നും വേറൊരാളുടെ പോക്കറ്റുകളിൽ നമുക്ക് കിട്ടിയിട്ട് നമുക്കത് നന്നാവില്ല. അത് ഈ ഭൂമിയിലെ എല്ലാം ഡിസ്ട്രിബ്യൂഷനാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് അർഹതപ്പെട്ടത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലെ? അയാളുടെ പോക്കറ്റിൽ വിചാരിക്കുമ്പോ അവിടെ അബ്നോർമലായി, നോർമൽ അല്ലാണ്ടായി. കാരണം അങ്ങനെയല്ല ഭൂമിയിലെ കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് ഒരുപാട് ധനം ഉണ്ടായിരിക്കും, പക്ഷെ ശാന്തി ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരുപാട് ശാന്തി ഉണ്ടാവും, പക്ഷെ ധനം ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയൊക്കെ പല പല മിക്സ്ചറും പല പല ടെക്സ്ചറും ഒക്കെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ, ഇതേപോലെ പോട്ടെ, നമുക്കുള്ളത് കൊണ്ട് തൃപ്തിയായി. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഷെയർ ചെയ്യാം. നമുക്കുള്ളത് എന്താണോ അത് കൊടുക്കുക. അത് കണ്ണൂരിൽ പറയേണ്ട കാര്യമില്ല, കാരണം കണ്ണൂരിൽ അത് ഞാൻ കൂടുതൽ കാണാറുണ്ട്. ആൾക്കാരെ ഭക്ഷണം കഴിച്ച് വിടുള്ളൂ, വീട്ടിൽ പോയാൽ കഴിപ്പിക്കും. പഞ്ചാബിലെ കൂട്ടാണ്, അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഉള്ളത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളില് റിച്ച് ആവും, ഇന്നർ റിച്ച്നെസ് വരും. നമ്മുടെ ഉള്ളില് ഒരു ധന്യത വരും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ധന്യരായിരിക്കുമ്പോൾ ഒരുപാട് ധനവും വരുന്നുണ്ട് നമുക്ക്. നോക്കിയിട്ടോ മഹാവിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നതിന്റെ പ്രിൻസിപ്പിള് അനന്തശയനത്തിലാണ് മഹാവിഷ്ണു. അതായത് അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ്, അല്ലെ? ആദ്യവും അന്തവും ഇല്ലാത്ത സാറ് ഇൻഫിനിറ്റി പഠിപ്പിക്കുന്ന ആദ്യവുമില്ല അന്തവും ഇല്ല, അതായത് എന്തും ഇല്ല, ബിഗിനിങ്ങും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആണ് പരബ്രഹ്മത്തിന്റെ. അതായത് സുപ്രീം കോൺഷ്യസിന്റെ സ്റ്റേറ്റ് പറഞ്ഞാൽ ബിഗിനിങ് ഇല്ല, എൻഡില്ല, അല്ലെ? വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സ് എന്ന് പറഞ്ഞാല് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് അല്ലാതെ എല്ലാ ഈ പരബ്രഹ്മത്തിന്റെ രൂപം പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാല് ബ്രൈറ്റർ ദാൻ എ മില്യൺ സൺസിനെ പറയാൻ പറ്റുള്ളൂ. വലിയ ബ്രൈറ്റ്നസ്, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ബ്രൈറ്റ്നസ്. അതാണ് നേച്ചർ ഓഫ് എനർജി. കാണാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുന്നില്ലല്ലോ, ലൈറ്റിലേ കാണുന്നുള്ളൂ. അത് ഇലക്ട്രിസിറ്റി ബൾബിൽ കൂടെ കയറുമ്പോൾ മാത്രമേ അത് നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്തതും നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്തതുമാണ് ഇൻഫിനിറ്റ് എനർജി. അതിൽ കിടക്കുന്ന മഹാവിഷ്ണു, അതായത് അതിനെ കുറിച്ച് അറിഞ്ഞ് അതിൽ ലയിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള മഹാവിഷ്ണു. അനന്തശയനം എന്ന് പറഞ്ഞാല് സ്ലീപ്പ് വിത്ത് അവയർനെസ് ആണ്. അതായത് ഞാൻ ഉറങ്ങുക എന്നുള്ള അവയർനെസ്സോടെ ഉറങ്ങുന്നത്. അതായത് ഉറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ അതിൻ്റെ കാര്യമില്ല, ഉറങ്ങുന്ന അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ അതിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ അവസ്ഥയിലാണെന്ന് അറിയുന്ന ഒരവസ്ഥ. രാവിലെ നീട്ടിട്ട് ഉറങ്ങി എന്ന് പറയുന്ന പോലെ അല്ലത്, എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കാലിക്കലാണ് ലക്ഷ്മി. മെറ്റീരിയൽ വെൽത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ സപ്പോർട്ട് എവിടെയാണുള്ളത്? കാലിക്കല്. അപ്പൊ നമ്മള് ആ ലെവലിൽ ലയിച്ചിരിക്കുമ്പോൾ സ്വത്തും സമ്പാദ്യമൊക്കെ വന്നു ചേരും. നമ്മൾ ഏത് ലെവലിലാണോ ലയിച്ചിരിക്കുന്നത്, അതായത് ഇൻഫിനിറ്റിയിൽ ലയിച്ചിരിക്കുമ്പോൾ ഇൻഫിനിറ്റ് വെൽത്ത് വരും. അത് തന്നെത്താൻ വരുന്നതാണ്, അല്ലാണ്ട് മഹാവിഷ്ണു വിളിച്ചിരുത്തുന്നതല്ലല്ലോ. ലക്ഷ്മി വരും. അത് സിംബോളിക്കാണ്, അല്ലെ? അത് ഗണപതിയുടെ സിംബോളിസം അതല്ലേ? ഗണപതിയുടെ സിംബോളിസം അറിയില്ല നിങ്ങൾക്ക്? അവൻ പറഞ്ഞിട്ടില്ല മുമ്പോ, അല്ലെ? എങ്ങനെ, ആരാണ് ഗണപതി ഉണ്ടാക്കിയത്? പാർവതി. എന്തിനാണ് ഉണ്ടാക്കിയത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കുളിക്കാൻ പോകുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡിനെ ഉണ്ടാക്കിയിട്ട് അവിടെ നിർത്തി
ആരും വരാണ്ട് നോക്കണേ കുളിക്കാൻ വന്നു. ശിവൻ വന്നപ്പോ ശിവൻ എന്നറിയാൻ പറ്റില്ല ഇതാരാന്ന്. ശിവൻ അറിഞ്ഞു. പക്ഷെ ശിവൻ തർക്കിച്ചു, എനിക്ക് അകത്ത് പോകണം എന്ന് പറഞ്ഞു. കയറാൻ പാടില്ല, പോകാൻ പാടില്ല. അപ്പൊ ശിവനുമായിട്ട് വാർത്തകൾക്കുണ്ടായി, ഇയാളെ തലവെട്ടി കളഞ്ഞു. അതാണ് കഥ അല്ലെ. പാർവതി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇതെന്റെ കുട്ടിയായിരുന്നു, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, എന്റെ ക്രിയേഷനാണ്. എങ്ങനെ തലവെട്ടി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ എന്ത് പറയാൻ. അല്ലല്ല, അത് പറ്റില്ല, ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശിവൻ എന്ത് ചെയ്തു, ഒരു ആനക്കുട്ടിയുടെ തല വെട്ടിയിട്ട് ഈ കഴുത്തിൽ വെച്ച് ഒരു രൂപത്തിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എന്താ അവിടെ നടന്നത്? എന്താണ് പാർവതി എന്താ ക്രിയേറ്റ് ചെയ്തത്? ബോഡി ഗാർഡ്. ശിവൻ എന്താ ക്രിയേറ്റ് ചെയ്തത്? ഒരു ദൈവത്തിന്. ദൈവം എന്ന് പറഞ്ഞാല് അതിനർത്ഥമുണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ബുദ്ധിയാണ് നമ്മൾ ജീവിതത്തിൽ യൂസ് ചെയ്യുന്നത്. ഒരു ബുദ്ധിയുടെ പേര് ശ്രുതബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. സ്കൂള്, റിലിജിയൻ, സൊസൈറ്റി, പാരൻസ്, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് ശ്രുതബുദ്ധി. അതായത് അക്വയർഡ് നോളജ്, പുറത്തുനിന്നുള്ള നോളജ് നമ്മൾ ഉൾക്കൊണ്ട് അത് ദഹിപ്പിച്ച് അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥയാണ് യുക്തബുദ്ധി. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് പഠിപ്പിക്കുന്നതല്ല, പക്ഷെ യുക്തി വെച്ച് അറിയുന്നതാണ്. സയന്റിസ്റ്റ്, ആർക്കിടെക്ട്സ്, അങ്ങനെ വലിയ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് യുക്തബുദ്ധിയാണ്, യുക്തി വെച്ച് അറിയുകയാണ്. അപ്പൊ ശ്രുതബുദ്ധിയും യുക്തബുദ്ധിയും ലെവലിൽ മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. രണ്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. യുക്തബുദ്ധിയുള്ളവരെ ആൾക്കാർ കൂടുതൽ ബഹുമാനിക്കും. അവർ വലിയ സയന്റിസ്റ്റ് ആയിരിക്കും, വലിയ ഇന്റലിജന്റ് ആൾക്കാർ. അതിന്റെ മേലെ ഒരു ബുദ്ധിയുണ്ട്, ഋതംഭരാബുദ്ധി. ഋതംഭരാബുദ്ധി എന്ന് പറഞ്ഞാൽ കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിന്റെ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് പ്രപഞ്ച സത്യം, അനന്തത ഒരു സത്യം, ഒരിക്കലും നശിക്കാത്തത് വേറെ സത്യം. ഈ സത്യത്തിനൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ പേരെന്താണ്? ഋതംഭരാബുദ്ധി, കോസ്മിക് കോൺഷ്യസ്നസ്. ആ കോസ്മിക് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. നമ്മുടെ ബുദ്ധിയുടെ ബിയോണ്ടാണ് കോസ്മിക് കോൺഷ്യസ്നസ്. അതായത് ശ്രുതബുദ്ധി, യുക്തബുദ്ധി ഇത് വെച്ച് പറ്റുള്ളൂ. ഇതിന്റെ മേലെ പോണം അവയർനെസ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ അവയർനെസ് അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എങ്ങനെ ആൾക്കാരോട് പറയും? അത് നമുക്ക് വലിയൊരു തലയുള്ള ഒരു ശരീരം കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തോ പ്രശ്നം തന്നെ തോന്നുള്ളൂ. അപ്പൊ ഗണപതിയുടെ തല ആനയുടെ വെച്ചു, ഏറ്റവും വലിയ മാമൽ, ഭൂമിയിലുള്ള ഏറ്റവും വലിയ മാമൽ, അതിന്റെ തല വെച്ചു. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? വലിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഋതപരാബുദ്ധി. അതായത് സത്യത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്താണ് എല്ലാത്തിന്റെയും തുടക്കം? ഈ സത്യം, പ്രപഞ്ച സത്യം, അതായത് പ്യുവർ എനർജി. അതിനെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗണപതിയുടെ. അതുകൊണ്ടാണ് ഗണപതിക്ക് ആദ്യം പൂജ ചെയ്യുന്നത്. എന്ത് പൂജയുടെ മുമ്പേ ഗണപതിയാണ്. കാരണം എന്ത് ഫോം ഉണ്ടാവുന്നതിന് മുന്നേ എന്തായിരുന്നു? നമ്മളൊക്കെ ഈ ശരീരത്തിനൊക്കെ മുന്നേ എന്തായിരുന്നു? എനർജി ആയിരുന്നു, പ്യുവർ എനർജി ആയിരുന്നു. ഈ ബൾബിൽ വരുന്നതിന് മുന്നേ ഇലക്ട്രിസിറ്റിയുടെ ഫോം എന്താണ്? പ്യുവർ എനർജി. എല്ലാം ഇങ്ങനെ തന്നെ. നമ്മുടെ ഉള്ളിലുള്ളത്, ഉള്ളിലെ വൈദ്യുതിയും പുറത്തുള്ള കാണുന്നതും ഈ പ്രപഞ്ചത്തിൽ ലയിച്ചെടുക്കുന്ന എല്ലാ വൈദ്യുതി ഒന്നാണ്, എനർജി ഒന്നാണ്. അതിനെക്കുറിച്ച് അറിയുന്ന അവസ്ഥയാണ് ഗണപതിയുടെ. അതാണ് തുടക്കം. കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എടുക്കുന്നതിന് മുന്നേയുള്ള അവസ്ഥ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ പൂജ ഗണപതിക്ക്. മനസ്സിലായോ? എല്ലാത്തിനും പ്രസക്തി ഉണ്ട്, എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്യാനുള്ളൂ. ഇതെല്ലാം അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഈ കാസ്റ്റ്, ക്രീഡ്, കൺട്രി, കൾച്ചർ, കളർ, ലാംഗ്വേജ്, റിലീജിയൻ ഒക്കെ ഉണർന്നിരിക്കുന്ന സമയത്ത് മനസ്സിലുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാലോ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ആണാണോ എന്നറിയില്ല, പെണ്ണാണോ എന്നറിയില്ല, ഏത് സ്ഥലമാണോ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. ഉണർന്നിരിക്കുമ്പോഴേ ഇതെല്ലാം അറിയുള്ളൂ. ഇതെന്റെയാണ്, ഇതെന്റെ അല്ല എന്നൊക്കെ അറിയുന്ന ഉണർന്നിരിക്കുമ്പോഴേ ഉള്ളൂ. ഉണർന്നിരിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരും നമ്മളൊന്നും അന്യരല്ല. ഒരാളെയും നമ്മൾ ഡിവൈഡ് ചെയ്യരുത്. ഒന്നും വലുതും ചെറുതുമല്ല. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ഞാൻ നിങ്ങളേലും വ്യത്യാസമെന്നോ മേലെയാണെന്നോ. ഒരിക്കലല്ല. ഈ ശരീരം കുറച്ചു കഴിഞ്ഞാൽ നശിച്ചു. ഇത്രയേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ശരീരമാണെന്നൊക്കെ. ഇനിയുള്ള 100 കൊല്ലെടുത്താൽ ഇന്ന് ജനിച്ച കുട്ടി വരെ ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ 100 കൊല്ലെടുക്കും. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, 25-ാം തീയതി ജനുവരി. ഇവിടെ 100 കൊല്ലം കഴിഞ്ഞ് ജനുവരി 25-ാം തീയതി വരുമ്പോ ഇന്ന് ജനിച്ച കുട്ടി വരെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ആരുണ്ടാവും? പിന്നെ പുതിയ ജനത, പുതിയ ആൾക്കാര്. ഇതേ സ്ഥലത്ത് അവർ നടക്കും.
നമ്മൾ താമസിച്ച വീടുകളിൽ അവർ താമസിക്കും. അവർക്ക് നമ്മളെ അറിയ പോലും ഇല്ല. അറിയോ? എത്ര പേർക്ക് നമ്മളെ അറിയാൻ പറ്റും നമ്മുടെ മരണശേഷം? വളരെ കുറവാണ്. നമ്മുടെ പ്രസക്തി എന്താണ്? ജീവിച്ചിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ട്? നമ്മൾ അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസക്തിയും അല്ലേ? ഈ പുറത്ത് നമ്മൾ ധർമ്മം പേടിക്കുന്ന ആൾക്കാർ എത്ര പേര് വീട്ടിൽ നമ്മൾ വിളിച്ചുകൊണ്ട് ഊണ് കൊടുക്കാറുണ്ട്? റോഡിന്റെ സൈഡിൽ ഇരുന്ന് കാണുന്നില്ലേ വല്ലതും തന്നെ കഴിച്ചിട്ടില്ല ഭക്ഷണം എന്ന് പറയുന്ന ആൾക്കാർ? നമ്മൾ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഊണ് കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മളൊരു ഇലക്ടഡ് മെമ്പർ വന്നു, ഒരു MLA വന്നു, മന്ത്രി വന്നു, അല്ലെങ്കിൽ നമുക്ക് ബഹുമാനമുള്ള ആൾക്കാർ വന്നു, നമ്മൾ അവരോട് പറയില്ലേ ഒന്ന് വീട്ടിൽ വരണം, ഊണ് കഴിക്കണം പറയില്ലേ? എന്തുകൊണ്ട് പറയുന്നു? ആ വ്യക്തിക്ക് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒന്നല്ലേ, ഓരോരുത്തർ അവരവരുടെ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ച് പ്രസക്തി വരുന്നതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചാണ് ഈ പ്രസക്തി വരുന്നത്. ആ പ്രസക്തി എന്ന് നിലനിൽക്കണമെന്നില്ല. ഇപ്പൊ ഇത് നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കാണ്ടായി, ഒന്നും ചെയ്യുന്നില്ല, ധ്യാനിച്ചിരിക്കുന്നേ ഉള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ വരുമ്പോഴും ആരും വിളിക്കില്ല, വീട്ടിലേക്ക് ആരും വരാൻ പറയില്ല. എന്തുകൊണ്ടാണ്? വാല്യൂ ഇല്ല. പലപ്പോഴും വീടുകളിൽ കാണാം, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് വലിയില്ലാണ്ടാവും. റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ശമ്പളം വീട്ടിൽ വരുന്നതുകൊണ്ട് വിലയൊന്നും. അത് കഴിഞ്ഞാലും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു വാല്യൂ ഇല്ല. അതാണ് ജീവിതം. സൊസൈറ്റി അങ്ങനെയാണ്. പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ ബേസ്ഡ് ആണ്. ഈ കോൺട്രിബ്യൂഷൻ, അതായത് നമ്മൾ എത്രത്തോളം ഡെലിവറി ചെയ്യുന്നു അത്രയും കൂടുതൽ പ്രസക്തി ഇല്ല, അല്ലെങ്കിൽ പ്രസക്തി ഇല്ല, റെലവൻസ് ഇല്ല വീട്ടില്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടോ, നമ്മുടെ മുത്തശ്ശന്റെ മുത്തശ്ശൻ വലിയൊരു മനുഷ്യനായിരിക്കണമല്ലോ അല്ലേ? അദ്ദേഹത്തിന് വികാരങ്ങളും വിചാരങ്ങളും സോഷ്യൽ റെലവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? സൊസൈറ്റിയില് അദ്ദേഹം ഒരു മാന്യനായിട്ട് അല്ലെങ്കിൽ വലിയൊരു വ്യക്തിയായിരുന്നുണ്ടാവില്ലേ? ആവുമല്ലോ. നമ്മുടെ മുത്തശ്ശന്റെ മുത്തശ്ശൻ. പക്ഷെ നിങ്ങൾക്ക് അവരെ പടം കണ്ടിട്ടുണ്ടാവും, പടം കണ്ടിട്ടുണ്ടാവോ? ഓർക്കുക, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിവസം ഒരു ദിവസമെങ്കിലും എന്റെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ്. എന്താ കാരണം? എല്ലാതും പാസ് ചെയ്ത് പോവാണ്. ഇതേ തന്നെ നമുക്ക് സംഭവിക്കും കുറച്ച് നമ്മുടെ ലൈഫിലും. അതായത് 4 ജനറേഷൻ 3 ജനറേഷൻ കഴിയുമ്പോൾ ഇങ്ങനൊരു വ്യക്തി ജീവിച്ചിരുന്നതേ അറിയില്ല. നമുക്ക് വികാരങ്ങൾ ഉണ്ടായിട്ടൊന്നും അറിയില്ല അല്ലേ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് എന്താണ്? നല്ലപോലെ ജീവിക്കും. വേറെ എന്താണ്? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് സന്തോഷകരമാക്കുക. അത് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ വെച്ചല്ല സന്തോഷം. നമ്മുടെ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചല്ല സന്തോഷം. എന്താണ് സന്തോഷം? ഒരു തീരുമാനത്തിലാണ്. എല്ലാം വെച്ച് ഞാൻ എൻ്റെ ലൈഫ് സന്തോഷകരമാണ്, എന്നെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഇതാണ് സന്തോഷം. ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് സെൽഫിഷ് ആയിരുന്നെങ്കിൽ നമ്മൾ മരണശേഷം ആരും നമ്മളെ ഓർക്കില്ല. അതേസമയം നമ്മൾ നിസ്വാർത്ഥരായിട്ട് ജീവിച്ചാലോ ഓർക്കും. നമ്മുടെ ഈ അബ്ദുൽ കലാം ഉണ്ടല്ലോ, നമ്മുടെ പഴയ പ്രസിഡന്റ് ഒക്കെ, അദ്ദേഹത്തിന് ഒരുപാട് പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഓർക്കുകയും ചെയ്യും. എന്താ കാരണം വെച്ചാൽ ഒന്നും ആവശ്യമില്ലാണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഒന്നും ഭൂമിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം മരിക്കുന്ന സമയത്തും എന്തോ 1-2 പാന്റോ ഷർട്ടോ അത്രയ്ക്കേ ഉള്ളൂ. ഒരു ആർഭാടോ വലിയൊരു കാര്യമില്ല. പ്രസിഡന്റ് ആയിരുന്നു ഭാരതത്തിന്റെ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ റിവാർഡ്, റെക്കഗ്നീഷൻ, ഓണർ, ഇതെല്ലാം താൽക്കാലികമാണ്, ഒന്നും ശാശ്വതമല്ല. എപ്പോഴും നമുക്ക് എന്താ വേണ്ടത്? മനസ്സ് നിശ്ചലമായിരിക്കണം, സ്നേഹം നിറഞ്ഞു നിൽക്കണം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവർക്ക് അത് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉള്ളത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതില് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ജാതി, മതം, പിന്നെ കളറ്, എവിടുന്ന് വന്നു, ഒന്നും രാജ്യം ഒന്നും ചിന്തിക്കരുത്. ഇപ്പൊ നമ്മുടെ ആക്ടിവിറ്റി, മോഹൻജി ഫൗണ്ടേഷന്റെ ആക്ടിവിറ്റി ഒരു 40-50 കൺട്രിയിലുണ്ട്. എല്ലാ സ്ഥലത്ത് പോയാലും എല്ലാവരും ഒരേപോലെ തന്നെ. അവർക്ക് സ്നേഹം വേണം, ദയ, കാരുണ്യം, കൂട്ടായ്മ അല്ലെ? ഒരാൾക്കും വ്യത്യാസമില്ല. അപ്പൊ നമ്മുടെ ലോകത്തിൽ 8 ബില്യൺ ആൾക്കാരുണ്ട്. 8 ബില്യൺ ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലം വേണം കിടന്നുറങ്ങാൻ, സമാധാനമായി ജീവിക്കണം അല്ലെ? അത് നമ്മുടെ ഇലക്ടഡ് മെമ്പേഴ്സിന് മാത്രം റെസ്പോൺസിബിലിറ്റി വിടരുത്, നമുക്കൊക്കെ റെസ്പോൺസിബിലിറ്റി. രാവിലെ നമ്മൾ ആലോചിക്കണം, ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ട്. ഇത്ര ആലോചിച്ചാൽ മതി. ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്? ഉണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങിപ്പോകും. ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാം
ബാബയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.